വിശ്വാസത്തിന് പ്രത്യാശയുമായി ബന്ധമുണ്ട്. വിശ്വാസത്തിന് പ്രത്യാശ കൂടാതെ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ഇതെല്ലാം തമ്മിൽ ചേർന്നിരിക്കുന്നതിനാൽ ഇങ്ങനെയുള്ള ദൈവീക മൂല്യങ്ങളെ, ദൈവീക കൃപകളെ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം മനസ്സിനെ രൂപാന്തരപ്പെടുത്തുക. ഇവിടെ ഈ രൂപാന്തരീകരണത്തിൽ ഏറ്റവും കാതലായ ഒരു കാര്യമാണ് ചിന്തകൾക്ക് മാറ്റം വരുത്തുക. ആകുലതയിൽ നിങ്ങൾക്ക് വിരോധമായി നിങ്ങളെ ആക്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചിന്തകളാണ്. നിങ്ങളുടെ ബുദ്ധിമണ്ഡലം, നിങ്ങളുടെ മനസ്സിൻ്റെ മണ്ഡലം പുറപ്പെടുവിക്കുന്ന ചിന്തകൾ, ആ ചിന്തകളിൽ നിഷേധാർത്ഥകമാകുന്ന ചിന്തകൾ, രോക്ഷപൂരിതമാകുന്ന ചിന്തകൾ, ഭയം വരുത്തുന്ന ചിന്തകൾ, പരാതി പുറപ്പെടുവിക്കുന്ന ചിന്തകൾ, ഇങ്ങനെയുള്ള ഒത്തിരി നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് ഏറ്റവും ഗൗരവമാകുന്ന കേടുകൾ വ്യക്തിത്വത്തിൽ, ആകുലതയുള്ള വ്യക്തിത്വങ്ങളിൽ കൊണ്ടുവരുന്നത്. അവിടെ ആ ചിന്തകളെ മാറ്റണം. ഫിലിപ്പിയ ലേഖനം 4-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നു, ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ. ചിന്തകൾക്ക് മാറ്റം സംഭവിക്കട്ടെ.